ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസാണ്. ഇത് ആക്ച്വലി പറയാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റായിട്ട് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് കറക്റ്റായിട്ട് അടുത്തൊരു റെസിസ്റ്റൻസിലേക്ക് പോയി ടച്ച് ചെയ്തേക്കുകയാണ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഇടയായിരുന്നല്ല, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിക്കാണ് നിൽക്കുന്നത്. പിന്നെ 25,000 പിന്നെ നിഫ്റ്റി എത്തിയേക്കുകയാണ് മേജർ ലെവൽസ്. നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്ന്, ഗ്യാപ്പ് അപ്പ് ഒന്നല്ല. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്തിട്ട് നല്ലൊരു റണ്ണ് കണ്ടിന്യൂ ചെയ്തേക്കുമായിരുന്നു. അതാണ് നിഫ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് കുറേ ആൾക്കാർ കോഴ്സ് പഠിച്ചവരുണ്ട്, ഒരു 30-35 പേരോളം. എൻ്റെ സെറ്റപ്പ് എന്താണെന്ന് അറിയണവരാണ്. അപ്പോൾ അവർക്ക് അറിയണ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അവർക്ക് ഇതിൽ ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു റണ്ണ്, ഈ സ്പോട്ട് പ്രകാരമുള്ള ഈ റണ്ണ് അവർക്കത് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് സ്ട്രൈക്ക് ചാർട്ടിൽ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സെറ്റപ്പ് തന്നെയാണ്. അതേ സെറ്റപ്പിന് നമ്മൾ ഇത്തിരി ഹൈ മൊമെൻറ്റം വരുന്ന ഏരിയകൾ എവിടെയാണോ അവിടെ മാത്രം ട്രേഡ് പ്ലേസ് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്. സെയിം സെറ്റപ്പ് തന്നെയാണ്, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്തിരി കൂടുതൽ മൊമെൻറ്റം എവിടെയാണ് വരുന്നത് അവിടെ നമ്മൾ ട്രേഡ് എടുക്കും. അങ്ങനെ സെറ്റപ്പ്. അപ്പോൾ പെട്ടെന്ന് പ്രോഫിറ്റുകൾ കിട്ടും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രേഡിൻ്റെ പിന്നാലെ വേറെ ട്രേഡ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. നിങ്ങൾക്ക് ചെറിയ പോയിന്റ് പിടിക്കണം. ഇപ്പോൾ ഒരാൾ 10 പോയിന്റ് 15 പോയിന്റ് ഓക്കെ ആയിരിക്കും. ചില ആൾക്കാർ 50 പോയിന്റിലും 100 പോയിന്റ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ 10 പോയിന്റ് 15 പോയിന്റ് പിടിച്ച് പോകണം, അടുത്ത എൻട്രി എടുക്കണം, അടുത്തതിൽ നമുക്ക് എൻട്രി എടുത്തിട്ട് പിന്നെ ഒരു 10 പോയിന്റ് എടുക്കണം, ഇറങ്ങണം. അങ്ങനത്തെ ആൾക്കാർക്ക് ആ ഒരു സെറ്റപ്പ് ഓക്കെയാണ്. ഇനിയിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ 50 പോയിന്റ് കിട്ടും കേട്ടോ, ഫുൾ ടാർഗറ്റിലേക്ക് പോകും. പക്ഷേ ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കണോടത്തുനിന്ന് പെട്ടെന്നൊരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതാണ് ഈ ഒരു സെറ്റപ്പിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമ്മളങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇഷ്ടംപോലെ ടാർഗറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ടൈം 3:22 ആയിട്ടുള്ളൂ, ക്ലോസിങ് ടൈം ആയിട്ടില്ലേ. ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ് ഇതൊക്കെയും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടെന്ന്. ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടില്ല, ക്രൂഡ് ഓയിൽ നോക്കിയിട്ട് ചെയ്യാം. നാച്ചുറൽ ഗ്യാസിൽ അത്യാവശ്യം മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. നാച്ചുറൽ ഗ്യാസ് ഒരു നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ട്. 304 309 വരെ രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 5 പോയിൻ്റ് മൂവ്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗോൾഡിൽ നല്ല രീതിക്കുള്ള മൂവ്മെൻറ്റാണ്. ഗോൾഡിൽ 54 പോയിൻ്റ് മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇന്നലെയൊക്കെ നന്നായിട്ട് ബിറ്റ് കോയിൻ പെർഫോം ചെയ്തായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, എത്തേറിയ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട് കുറേ ആയിട്ട്. 2 ദിവസമായിട്ടല്ല, കുറേ ആയിട്ട് അടിപൊളി പെർഫോമൻസാണ്. 4576 ഉള്ളെങ്കിലും എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു 1% മുകളിൽ എല്ലാ ദിവസവും പെർഫോമൻസ് ഉണ്ട്. നമുക്കൊന്ന് പിയിലേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ട്രേഡ്. പി ഒന്നും ആക്ടിവേഷൻ ആയിട്ടില്ലേ. അപ്പോൾ ഞാൻ പി പറഞ്ഞില്ല, സി മാത്രം പറഞ്ഞു പോകാം. ഇത് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡാണ്. ഇതിൽ 134.80 എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. ആ ലെവൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട ടൈമിൽ അത് കണ്ടിട്ട് എടുത്തവരുണ്ടെങ്കിൽ അങ്ങനെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ സെപ്പറേറ്റ്ലി പറഞ്ഞിട്ടില്ല. പിന്നെ 134 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസത്തിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹൈ എൻഡ് പ്രൈസാണ്. ഇന്നൊരു 40-50 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് അറ്റ് മണി കിട്ടുന്ന ഒരു ദിവസമാണ്. അവിടെ നിങ്ങൾ 134 രൂപയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം അത്രയ്ക്കാണ് അവിടെ ചിന്തിക്കാനുള്ളൂ. നമുക്കൊന്ന് ഫസ്റ്റ് ഉണ്ടായിരുന്നത് 24,900 സി 89.45 ഇവിടെ കണ്ടീഷൻ ആക്ടിവേഷൻ നടന്ന് ലിമിറ്റിൽ വന്നിട്ടുണ്ട്. 3 മിനിറ്റിൽ ലിമിറ്റിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് പോകണത് കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ. ഇപ്പോൾ ഒരു ലോട്ട് ഇട്ടുന്ന ആൾക്കാരുണ്ടാവും ഈ ട്രേഡിൽ. അങ്ങനത്തെ ആൾക്കാർക്ക് ഇവിടെ കോസ്റ്റ് ചോയ്സ് കൊണ്ടുവരും. ആ സമയത്ത് കോസ്റ്റ് ചോയ്സ് അടിച്ച് പോകാൻ സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ കോസ്റ്റ് ചോയ്സ് ഇടാണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റ് പോകും. ഇനി വേറൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് എടുത്തു നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ ഈ ട്രേഡ് എടുത്ത് നിങ്ങളുടെ 2 ലോട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി 10 പോയിന്റ് 15 പോയിന്റ് പ്രോഫിറ്റിക്ക് വന്നു. അപ്പോൾ നിങ്ങൾ ഒരു ലോഡിനെ വിൽക്കുക. മനസ്സിലായില്ലേ? സെല്ല് ചെയ്യുക. ഒരു ലോഡിനെ അവിടെ സെല്ല് ചെയ്യുക. ബാക്കിയുള്ള ഒരു ലോഡിനെ SL തന്നെ വയ്ക്കുക. ഇതൊക്കെ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് ട്രേഡ് പോകണ്ട എന്ന് വെച്ചിട്ടാണ് പറയണത്. നിങ്ങൾക്ക് ആ ട്രേഡ് കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ തന്നെ ബ്രോക്കറേജ് മാത്രമാണ് നഷ്ടമുള്ളൂ അവിടെ. ആ ട്രേഡ് കയ്യിൽ നിന്ന് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് കേട്ടോ. ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ഒരു സംഭവം ഒന്നല്ല.
ഞാൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാ ലോട്ടും നിങ്ങൾ പ്രോഫിറ്റ് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം. നിങ്ങൾക്ക് ഒരു ലോട്ടെങ്കിൽ ഒരു ലോട്ട് നല്ല രീതിക്ക് പ്രോഫിറ്റ് വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയണത്. ഇപ്പോൾ 2 ലോട്ട് എടുക്കുന്ന ആൾക്കാരുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ 10 ലോട്ട് എടുത്താൽ 5 ലോട്ടിനവിടെ വിൽക്കേണ്ടി വരും. 10ഉം 12ഉം പോയിന്റിൽ അല്ലെങ്കിൽ 15 പോയിന്റിലൊക്കെ വലിയ കാര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വിൽക്കേണ്ടി വരും പകുതി ലോട്ടിന്. ബാക്കിയുള്ള എസ്എല്ലിൽ വിൽക്കേണ്ടി വരും. ബാക്കിയുള്ള 5 ലോട്ടിൻ്റെ പ്രോഫിറ്റാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. 50 പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 ലോട്ടിൻ്റെ പ്രോഫിറ്റാണ്. ഇനി ഒരു ലോട്ടുള്ള ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. റിസ്ക് എടുക്കുന്നവർക്ക് എടുക്കാം. ആദ്യത്തെ ട്രേഡാണിത്. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SL മെയിൻറ്റെയിൻ ചെയ്തിട്ട് SL പ്രോഫിറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇരിക്കുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എല്ലാം നിങ്ങളുടെ കയ്യിലത്തെ കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ ലോഡ് മാനേജ്മെൻറ്റ്, നിങ്ങളുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പ്രോഫിറ്റൊക്കെ കാണാൻ പറ്റും. പിന്നെയുള്ള 154 154 ആക്റ്റീവാണ്, നല്ല പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊടുക്കാത്ത കാരണം വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കണില്ല. ഇതാണ് ആകെ കൊടുത്തു വെക്കണത്. ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ഒരൊറ്റ ട്രേഡ് ഇതാണ് 24,900 10:30 1:3 വന്നിട്ടുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ നമുക്കുണ്ടായിരുന്നത് സെൻസസിലാണ്. സെൻസസിൽ നമുക്കിവിടെ 2 പ്രൈസ് കാണാൻ പറ്റും. 486.70 390.25. ഈ പ്രൈസ് ഞാൻ സെപ്പറേറ്റ് നോക്കിയതാണ്, അത് നോക്കണ്ട. 390.25 486.70 ഈ 2 പ്രൈസിലാണ് എൻട്രി വരുന്നത്. സെൻസസ് ഇവിടെ ആക്റ്റീവ് ആണ്. ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് ആവണം. 3ാമത്തെ ക്യാൻഡിൽ ലിമിറ്റിൽ വരുന്നുണ്ട്. ഇത്തിരി മുകളിൽ നിർത്താലും വലിയ സീനൊന്നുമില്ല. ഈ ലിമിറ്റിൽ നിർത്താൽ തികച്ചും സീനില്ല. എല്ലാവർക്കും അത് കറക്റ്റായിട്ട് നിൽക്കും. 40 പോയിന്റ് ഇവിടെ വരുന്നു, അടിച്ച് പോണിൽ തിരിച്ച് കയറുന്നു, നല്ലൊരു മൊമെൻറ്റം കിട്ടണു. ഇനി അടുത്ത പ്ലേസിലേക്ക് പോകണം. ഇപ്പോൾ ഈ ട്രേഡ് ഓൾറെഡി കയ്യിലുള്ള ആൾക്കാർക്ക് അത് അവിടെ എത്തണ നേരത്ത് 486 എത്താൻ നേരത്ത് വേണമെങ്കിൽ വിൽക്കാം, മനസ്സിലായില്ലേ? എന്നിട്ട് അടുത്ത ട്രേഡ് വരണ നേരത്ത് നിങ്ങൾക്ക് എടുക്കാം. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാം. 2ാമത്തെ ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും 486 ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ലിമിറ്റിൽ തന്നെയാണ്. നിങ്ങൾക്കല്ലാതെ കറക്റ്റ് ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ടും കിട്ടിയാണത്. ഫസ്റ്റ് ട്രേഡ് ഓൾമോസ്റ്റ് കുറേ നേരം പിടിച്ചു, 200 പോയിന്റ്. 2ാമത്തെ ട്രേഡ് അത്ര ടൈമില്ല. അപ്പോൾ രണ്ടും ഫുൾ ടാർഗറ്റുകളാണ്. പിന്നെ നമുക്ക് 25,000 സി ഉണ്ടായിരുന്നു. 25,000 സി ഞാൻ കൊടുത്ത പ്രൈസ് 70-40 കേട്ടോ. 50-75 എന്ന് പറഞ്ഞ ലെവല് അത് സെപ്പറേറ്റ് വേറെ നോക്കിയതാണ്. അത് ഞാൻ കൊടുത്തിട്ടില്ല. 70-40 അതിൻ്റെ പ്രൈസ് വരുന്നത്. എക്സാക്റ്റ് എൻട്രി ആക്ടിവേഷൻ ആണ് കേട്ടോ. റെഡ് ക്യാൻഡിൽ ഇവിടെ വന്ന് കറക്റ്റായിട്ട് ക്ലോസ് ആക്കി എൻട്രി ആക്റ്റീവായി. അടുത്ത റെഡ് ക്യാൻഡിലോ ഗ്രീൻ ക്യാൻഡിലോ അങ്ങനെ കളർ സ്പെസിഫിക്കേഷൻ ഇല്ല. നിങ്ങൾക്ക് അടുത്ത ക്യാൻഡിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ലിമിറ്റിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എൻട്രി എല്ലാവർക്കും പിക്ക് ചെയ്യാം. ആ ട്രേഡ് കണ്ടിന്യൂ ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. ഈസി ആയിട്ടുള്ളൊരു 50 പോയിന്റ് ആണത്. ഒരു 3/4 മണിക്കൂർ ഉണ്ടാവും ഈ ട്രേഡ്. അതിനുശേഷം ഫുൾ ടാർഗറ്റ് അങ്ങനത്തെ സെറ്റപ്പാണ്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണിച്ചു തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ട്രേഡാണ്. ഈ 4-5 ട്രേഡ് ഫുൾ ടാർഗറ്റുകൾ ഞാൻ പറയണത് അതിൻ്റെ ഇടയിൽ എൻട്രികൾ ഇല്ലാണ്ടല്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ എൻട്രി ഇല്ല എന്നുള്ള കൺസെപ്റ്റ് അല്ല. ഈ സ്പോട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ എൻട്രികളുണ്ട്. പല പ്രൈസുകളിലും എൻട്രികളുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കണില്ല എന്നാണ് പറയണത്. നമ്മൾ അതാണ് എക്സ്റ്റെൻഡഡ് സ്റ്റഡിയിൽ വരണത്. നമ്മൾ കൊടുക്കണ സംഭവം കണ്ടിന്യൂ ആയിട്ട് റൺ ആവണം, മനസ്സിലായില്ലേ? എന്നാലാണ് അത് കൊടുക്കണതിൽ കാര്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സ്റ്റഡി ഡെവലപ്പ് ചെയ്തേക്കണത്. നമുക്ക് താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാം. പിന്നെ ഞാൻ പറയണത് ഓൾറെഡി നമ്മുടെ കയ്യിലൊരു സ്റ്റഡി ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റിക്ക് പോവാം. കറക്റ്റായിട്ട് ട്രേഡ് എടുത്ത് റൂൾസ് ഫോളോ ചെയ്ത് ലോഡ് മാനേജ്മെൻറ്റ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രോഫിറ്റ് വരും. ഇച്ചിരി നല്ല രീതിക്ക് വെയിറ്റ് ചെയ്തിരിക്കണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്, മനസ്സിലായാലേ? അപ്പോൾ നമ്മുടെ ആ സ്റ്റഡി, പഴയ സ്റ്റഡി ബൈ ചെയ്തെടുക്കുന്നവർക്ക് ഈ സ്റ്റഡി ഫ്രീ ആയിരിക്കും കേട്ടോ. അതെൻ്റെ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ പഴയ സ്റ്റഡി ബൈ ചെയ്തെടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇത് ഫ്രീ ആയിട്ട് കിട്ടുക. ഇത് ഞാൻ പുതിയ സ്റ്റഡിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ പിന്നെ 2-നും 2 റേറ്റ് ആയിരിക്കും. അത് വരെ വാങ്ങിച്ചവർക്ക് പുതിയ സ്റ്റഡി ഫ്രീ ആയിരിക്കും. അതിനുശേഷം വാങ്ങിക്കുന്നവർക്ക് 2 റേറ്റിനാണ്, 2 ഫീക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്തിട്ട് സക്സസ് ആകാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർക്ക് അത് വന്ന് ബൈ ചെയ്തെടുത്ത് സ്റ്റഡി ചെയ്യാവുന്നതാണ്. വീഡിയോ ആയിട്ടാണെങ്കിലും ഓൺലൈൻ സെക്ഷൻ ആയിട്ടാണെങ്കിലും 2-2 ചെയ്യണത്. രണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വീഡിയോ മാത്രം മതി എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഏതാണെങ്കിലും ഓക്കെയാണ്. വീഡിയോ മാത്രം ചെയ്താലും ഞാൻ ഈ പറഞ്ഞ പീരീഡിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ പുതിയ സ്റ്റഡി റിലീസായി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ടല്ല കിട്ടുക, അത് പെയ്ഡായിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾ ട്രേഡിങ്ങൊക്കെ ചെയ്യണ സമയത്ത് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. നല്ല ഓപ്പർച്യൂണിറ്റികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ക്ഷമ വേണം, കാര്യങ്ങളൊക്കെ വേണം. എന്നാലാണ് നല്ല ഓപ്പർച്യൂണിറ്റി വരുള്ളൂ.
അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.